നിക്കാഹ് സമയത്ത് വരൻ സൗദിയിലായിരുന്നു. അവിടെ നിന്നാണ് നിക്കാഹ് കഴിഞ്ഞത്. അന്നത്തെ ഒരു നിക്കാഹ് കോൺട്രാക്റ്റ് ഇങ്ങനെയായിരുന്നു: എവിടെയാണോ ഭർത്താവ് അവിടെ ഭാര്യയും താമസിപ്പിക്കാം എന്നായിരുന്നു. അന്ന് അത്യാവശ്യം നല്ല സാലറിയും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് യുഎയിലേക്ക് ജോലി മാറ്റം കിട്ടി. താരതമ്യേന സാലറി കുറവുമായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാര്യയുമായി യുഎയിൽ താമസിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അവളോട് കരാർ പ്രകാരം ഇന്ത്യയിൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ അവൾക്കത് ഇഷ്ടമില്ല. എന്താണ് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടതെന്ന ചോദ്യം. അഷ്റൂത്ത് ഫിൻ നിക്കാഹ്, വിവാഹത്തോടനുബന്ധിച്ച് വധുവോ വരനോ വലിയോ വെക്കുന്ന നിബന്ധനകൾ അത് പാലിക്കപ്പെടേണ്ടതാണ്. അൽ മുസ്ലിമൂന അല ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവരേറ്റെടുത്ത നിബന്ധനകൾ പാലിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വിവാഹത്തോടനുബന്ധിച്ച് താൻ വെക്കുന്ന നിബന്ധന അത് തന്നെക്കൊണ്ട് എന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണോ എന്ന് നോക്കണം. ചില ആളുകൾ നിബന്ധന വെക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലായിക്കൊള്ളുന്നില്ല, നീ ജീവിച്ചിരിക്കെ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിക്കുകയില്ല. ഒരു പക്ഷേ ഒരു നിർബന്ധ സാഹചര്യത്തിൽ കഴിക്കേണ്ടി വരും. അപ്പോൾ സാധിക്കാത്ത നിബന്ധനകൾ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ഭാര്യയുമായി ഒരുമിച്ച് താമസിക്കും എവിടെയായിരുന്നാലും എന്ന നിബന്ധനയാണല്ലോ വെച്ചത്. അപ്പോൾ ആദ്യകാലത്ത് ജോലി ചെയ്തപ്പോൾ നല്ല ശമ്പളവും കുഴപ്പമില്ലാത്ത അവസ്ഥയും, ഇപ്പോൾ രാജ്യം വിട്ടുപോയപ്പോൾ മറ്റൊരവസ്ഥയും വന്നു. അപ്പോൾ ഒന്നുകിൽ ഒരു മസ്ലഹത്തിന് രണ്ടിലൊരാൾ തയ്യാറാകണം. ഭാര്യ പറയാം, അത് നിങ്ങൾ അവിടെ ആയിരുന്നു നല്ലൊരവസ്ഥയിലാണല്ലോ നിങ്ങൾ ആ നിബന്ധന വെച്ചത്, അന്നത്തെ ഒരു സ്റ്റേജ് വെച്ചുകൊണ്ടുള്ള നിങ്ങൾ ഷർത്തായത് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറയുക. അതല്ലെങ്കിൽ ഭർത്താവ് എന്തു ചെയ്യുക, പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ ഭാര്യയെ കൂടെ നിർത്തുക. മൂന്നാമതൊരു ചോയ്സ്, നിബന്ധന പാലിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഭാര്യയ്ക്ക് വേണമെങ്കിൽ എന്നെ ഈ കാരണത്താൽ നിങ്ങൾ ഒഴിവാക്കി തരണം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ഡിമാൻഡ് പാലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് വേണമെങ്കിൽ അവർക്ക് വിവാഹത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം. ഒരു പക്ഷേ ഒരു മസ്ലഹത്തിൽ അവരെത്തുക, ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ഭാര്യ മനസ്സിലാക്കി അല്പം ക്ഷമിച്ച് നല്ലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ റബ്ബിനോട് ദുആർന്ന് കൂടെ ജീവിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണം. എന്നാൽ നേരെ മറിച്ച് ഭാര്യ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ ഫിത്തനകളുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായും ഭർത്താവ് കാര്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവസാനം ചോദ്യം അവസാനിക്കുന്നിടത്ത് പറയുന്നൊരു വാചകം, അവളോട് കരാർ പ്രകാരം നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് യുഎഇ വിട്ട് നാട്ടിൽ വന്ന് ജീവിക്കാം എന്ന് പറയുമ്പോഴും അവൾക്ക് ഇഷ്ടമില്ല എന്നൊരു വാചകം അവസാനം ചോദ്യത്തിൻ്റെ അവസാനത്തിൽ വരുന്നുണ്ട്. അത് അവർ എവിടെ വെച്ച് നിക്കാഹ് ചെയ്താലും ഒരുമിച്ച് താമസിക്കാം എന്നാണ് നിബന്ധനയെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഒരുമിച്ച് താമസിച്ചാലും സ്ത്രീ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അവർ വരണം.